2026 ഓഗസ്റ്റ് 4 ഇപ്പോൾ ഏതാണ്ട് സമയം 6:30 ഇപ്പോൾ പാലായിലെ മഴയുമായി ബന്ധപ്പെട്ട കാഴ്ചകളാണ്. മഴയൊക്കെ ഒന്ന് ശക്തിയെല്ലാം കുറഞ്ഞു. അങ്ങ് കിഴക്ക് കണ്ടോ, നല്ല മാനം തെളിഞ്ഞ് നമ്മുടെ ഒരു പ്രത്യേക ദൃശ്യമാണ്. അങ്ങ് തെളിഞ്ഞു വരുന്നു. മേഘങ്ങൾ കുറവുണ്ട്, എന്നാലും ചില പടിഞ്ഞാറ് ഭാഗത്ത് മേഘങ്ങൾ വരുന്നുമുണ്ട്. ഈ സാഹചര്യത്തിൽ മീനച്ചിലാറിലെ ദൃശ്യങ്ങളാണ് കാണുന്നത്. കടപ്പാട്ടൂർ പാലത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഏതാണ്ട് നമുക്കറിയാൻ പറ്റും, ഒരു 6 അടിയോളം ആ കോമ്പൗണ്ട് വാളിൽ നിന്ന്, സാന്തവും കോംപ്ലക്സിന്റെ കോമ്പൗണ്ട് വാളിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിൽ നിന്ന് വെള്ളം ഏതാണ്ട് 2 അടി താഴ്ചയിലേക്ക് താന്നിട്ടുണ്ട്. ബസ് സ്റ്റാൻഡൊക്കെ ഇപ്പൊ പൂർണ്ണമായിട്ടും വെള്ളം ഇറങ്ങിയ സ്ഥിതിയിലാണ്. പാലായിൽ വെള്ളപ്പൊക്കത്തിന്റെ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി വരുന്നു. ഏതായാലും വലിയ ശക്തമായ മഴ പെയ്യുന്നില്ലെങ്കിൽ ഈ വെള്ളം ഒരു ഉച്ചയോടുകൂടി മീനച്ചിലാറിലെ ജലനിരപ്പ് അപകടകരമായ സാഹചര്യത്തിൽ നിന്ന് മാറുമെന്ന് ഉറപ്പാണ്. ഏതായാലും ഒരു വെള്ളപ്പൊക്കം തെളിഞ്ഞ് 2-3 ദിവസത്തോളം വെള്ളം കയറി നടന്നതിന് ശേഷം പാല വീണ്ടും ഉണരുകയാണ്. എല്ലാവരും മാസ് ക്ലീനിംഗ് ആണ് പാലാ നഗരസഭ ഇന്ന് നടത്തുന്നത്. പാലാ നഗരസഭയുടെ മാസ് ക്ലീനിങ്ങിലേക്ക് പാലായിലെ എല്ലാവരെയും നഗരസഭ ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുന്നുണ്ട്. ഏതായാലും കാലത്ത് തന്നെ ഇവിടെ ബസ് സ്റ്റാൻഡ് ക്ലീനിങ്ങിനുള്ള പരിപാടികൾ നടക്കുകയാണ്. ഇന്ന് ആറ്റിലൂടെ ഒഴുകി വരുന്ന വെള്ളമാണെങ്കിലും ഏതാണ്ട് തെളിഞ്ഞ വെള്ളമാണ്. നമ്മൾ പറയില്ലേ, പച്ചവെള്ളം, നല്ല പച്ച കളറിലുള്ള വെള്ളമാണ് ഒഴുകി വരുന്നത്. അല്ലാതെ കലക്കലൊക്കെ കുറഞ്ഞ് നല്ല പച്ച കളറുള്ള വെള്ളം ഒഴുകി വരികയാണ്. ഞാൻ ഈ കാഴ്ചകളിൽ നിങ്ങൾക്കറിയാം, അവിടെ കടപ്പാട്ടൂർ അമ്പലമാണ് നമ്മുടെ സൈഡിലേതായിട്ട് കാണുന്നത്. അമ്പലത്തിന്റെ അവിടെ എല്ലാം ക്ലീനിങ് നടത്തി കഴിഞ്ഞു. എല്ലാം അതുപോലെ റോഡിൽ കൂടി അങ്ങ് ഓരോ വണ്ടികളൊക്കെ ഓടുന്നുണ്ട്. തിരക്ക് കുറവാണ്, വഴി തിരക്ക് കുറവാണ്. ഇന്നും സ്കൂള് അവധിയാണ്. അപ്പം ഇതാണ് ഇന്നത്തെ കാഴ്ചകൾ. ഇതാണ്. അപ്പം എല്ലാവരോടും ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട്. നമ്മുടെ ഈ വീഡിയോ കാണുന്ന പാലായിലെ വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ടുള്ളവർ തീർച്ചയായിട്ടും എലിപ്പനിക്കുള്ള പ്രതിരോധ ഗുളികകളൊക്കെ എല്ലായിടത്തും സജ്ജമാണ്. അതെടുക്കണം. അതുപോലെ തന്നെ പ്രതിരോധമൊക്കെ എടുക്കണം. വെള്ളം കെട്ടി നിൽക്കുന്നിടത്ത് ഇനിയും ഇറങ്ങുന്നത് എല്ലാവരും സൂക്ഷിക്കണം. വെള്ളമൊക്കെ ഇറങ്ങിയല്ലോ എന്ന് കരുതി കുട്ടികളൊക്കെ അവധിയാണ്. വെള്ളം കെട്ടുന്നിടത്തൊന്നും ഇറങ്ങി അപകടങ്ങളൊന്നും വരാതെ നോക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ. വീടുകൾ ക്ലീൻ ചെയ്യാൻ ഇറങ്ങുന്നവർ, വീടും മറ്റും ക്ലീൻ ചെയ്യുന്നവർ വൈദ്യുതി ബന്ധം പ്രത്യേകം നോക്കണം. ഇൻവേർട്ടറിൽ നിന്നൊക്കെയുള്ള വൈദ്യുതിയൊക്കെ ഉണ്ട്. വൈദ്യുതി കണക്ഷൻ ഓഫ് ആണെങ്കിലും ഇൻവേർട്ടറിൽ നിന്നൊക്കെ വൈദ്യുതി ബന്ധം ഒക്കെ വിച്ഛേദിച്ചതിന് ശേഷം മാത്രമേ ക്ലീനിങ്ങിന് ചെയ്യാവുള്ളൂ. അത് എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ സജീവമായ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഇതാണ് പാലായിലെ ഇന്നത്തെ അവസ്ഥ. പാലായിലെല്ലാം വാഹന ഗതാഗതമൊക്കെ സാധ്യമാണ്. എല്ലാവർക്കും യാത്ര ചെയ്യാം. അടിയന്തര കാര്യങ്ങളെല്ലാം ഇതുപോലെ നമുക്ക് സജീവമാകാം. കടകളൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാ പ്രവർത്തനങ്ങളിലേക്കും കടക്കാം. അപ്പം ഈ വലിയ പ്രശ്നങ്ങളില്ലാതെ എന്നാലും പല പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ട് ഈ ഒരു വെള്ളപ്പൊക്ക കാലം കൂടി നമ്മളിൽ നിന്ന് പാലായിൽ നിന്ന് അകന്നു പോകുന്നു. ഈ സർവേശ്വരന് നന്ദി പറയാം. ഓക്കെ, താങ്ക് യു.